അപ്പോൾ ഇതാ നമ്മുടെ ഇലയുടെ അവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല ചൂടാണേ. തണുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാം. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ചക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം. നമുക്ക് സീസണിലൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ റെഡിയാക്കി കഴിക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും എല്ലാവർക്കും കേട്ടോ. ചെറിയ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു 10ഓളം ചക്കച്ചുള എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലുള്ള വലിയ ചുളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒത്തിരി അങ്ങോട്ട് പഴുത്ത് അലുത്ത് പോയിട്ടുമില്ല, എന്നാൽ പഴുക്കാതെ ഇരുന്നിട്ടില്ല. നല്ല മധുരമാണ് ഈ ഒരു ചക്കക്ക് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു കിടിലൻ ഐറ്റം റെഡിയാക്കി എടുക്കാം കേട്ടോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ ചക്കയുടെ കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒത്തിരി ഐറ്റംസുകൾ ചക്ക വെച്ചിട്ട് റെഡിയാക്കി എടുക്കാറുണ്ട് അല്ലേ. എനിക്ക് കൂടുതലും ഇഷ്ടം ചക്ക വെച്ചിട്ടുള്ള പായസം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചക്ക വരട്ടിയിട്ട് നമ്മൾ പായസം കഴിക്കില്ലേ, അത്. ഇതാ നമ്മൾ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ചുള ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി വേണമെന്നില്ല കേട്ടോ. ഒരു 6-7 ചുള മാത്രം മതിയാവും. അപ്പോൾ ഇതാ നമ്മൾ ചക്ക ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ അരഞ്ഞു കിട്ടും വിധത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറിയ ജീരകം, ഒരുപാട് വാരിയിടണ്ട, നമുക്കെപ്പോഴും ചക്കയുടെ ആ ഒരു ഫ്ലേവർ മുന്തി നിൽക്കണം കേട്ടോ. ആ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഒരു 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരഞ്ഞു കിട്ടാനുള്ള വെള്ളം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ 2 ഇഞ്ച് ശർക്കര 3/4 കപ്പ് വെള്ളത്തിൽ നമ്മളൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും നമുക്ക് ചക്കയിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് 1.5 കപ്പ് പുട്ടുപൊടി, ഇതിന് പകരം റവ എടുക്കാം, ഇതിന് ഗോതമ്പ് പൊടി എടുക്കാം, നമ്മുടെ അരിപ്പൊടി പത്തിരിപ്പൊടി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പുട്ടുപൊടിയാണ് എടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടാണ് നമുക്ക് പുട്ടുപൊടിയിൽ റെഡിയാക്കി എടുക്കുമ്പോൾ. നമ്മുടെ ശർക്കരയിൽ ഉപ്പുണ്ടായിരിക്കും, നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. വെച്ച് നമ്മുടെ ശർക്കര പാനിയും കൂടെ അതിലേക്ക് അങ്ങ് ഒഴിക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പുട്ടുപൊടി നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ. ഇനി ഞാനിതാ ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യിലോട്ട് 2 പിടിയോളം തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പീനട്ട്, നമ്മുടെ കപ്പലണ്ടി, കറുത്ത എള്ള്, ഇത്രയും നമ്മൾ നെയ്യിലൊന്ന് താളിച്ചങ്ങ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുമ്പിളി കുത്തിയെടുക്കാനുള്ള വഴനയില, നമ്മളിവിടെ ഇത് പട്ടയില, വഴനയില എന്നൊക്കെ പറയും. നല്ലൊരു സ്മെല്ലും കൂടെ കേട്ടോ. പിന്നെ നമുക്കിത് ഇതേപോലെ ആക്കിയിട്ട് നമുക്കൊന്ന് ഇതിൽ നിറച്ച് കൊടുക്കാം. നല്ലൊരു സ്മെല്ലും കൂടെ കേട്ടോ. നമ്മളിവിടെ നാട്ടിൽ നല്ല പോലുള്ളൊരു ഐറ്റമാണ് ഈ ഒരു ഇല. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതാ
ഇതേപോലെ നമ്മൾ ഇല എടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ആക്കി കൊടുക്കാം. ഇതേപോലെ ആക്കിയിട്ട് നമുക്കിതേപോലെ സ്റ്റീമറിൽ ഇതേപോലെ ഇങ്ങനെ നമുക്ക് അടുക്കി ഇതേപോലെ വെച്ച് റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, നമുക്കിത് ഈ രീതിയിലാണിത് കിട്ടുക. എല്ലാം ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാനെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഇലയുടെ അവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല ചൂടാ. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഇലയുടെ അവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ചക്ക ഇലയുടെ അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൈറ്റാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.